ഭർത്താവിൽ നിന്നൊരു ഭാര്യയ്ക്ക് വിവാഹമോചനം നടത്താൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഇപ്പോൾ ഭർത്താവ് ഭാര്യയെ ഞാൻ നിന്നെ ത്വലാക്ക് ചൊല്ലി എന്ന് ഉദ്ദേശ്യപൂർവം പറയുന്നതോടുകൂടി ത്വലാക്ക് നിലവിൽ വന്നു, അല്ലെങ്കിൽ രേഖാമൂലം അറിയിക്കുന്നതോടുകൂടി നിലവിൽ വന്നു. ഇതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഞാൻ നിങ്ങളെ ത്വലാക്ക് ചൊല്ലിയെന്നോ വിവാഹബന്ധം വിച്ഛേദിച്ചു എന്നോ ഇങ്ങനൊന്നും പറയുന്നതോടുകൂടി എന്താവില്ല, വിവാഹബന്ധം വേർപെടുകയില്ല ഇസ്ലാമിക ശരീഅത്തനുസരിച്ച്. അതേസമയം ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ദാമ്പത്യം തുടരാൻ പറ്റുന്നില്ല, ഇദ്ദേഹം വിവാഹമോചനം ചെയ്യുന്നുമില്ല, ഇവളാണെങ്കിൽ പ്രയാസപ്പെടുകയാണ് മുന്നോട്ട് പോകാൻ പറ്റാതെ, അപ്പോൾ ഇസ്ലാം അതിനൊരു പരിഹാര മാർഗം നിശ്ചയിച്ചിട്ടുണ്ട്. ഖുല എന്ന് പറയുക അതിനാണ്. അതിനാണ് ഈ കുല എന്നിങ്ങനെ പറയുന്നത്. അല്ല, അവർക്ക് അറബി അറിയില്ലല്ലോ, അതുകൊണ്ട് ഈ ജഡ്ജിമാരും അങ്ങനെ അറബി അറിയാത്ത ആളുകളൊക്കെ കുല എന്നിങ്ങനെ ഖുല എന്നാണ്, ഖുല എന്ന്. ശരിക്കും ഖുല അല്ല, പിന്നെ ഖുല ആണ്. ഖല എന്ന് പറഞ്ഞാൽ ഊരി എന്നാണ്. വസ്ത്രമാണല്ലോ, ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വസ്ത്രമാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താവുക്കന്മാർ അവരണിഞ്ഞ വസ്ത്രം, അത് വിവാഹബന്ധമാകുന്ന ആ ആവരണം ധരിച്ചത് ഊരിക്കളയുക എന്നർത്ഥത്തിലാണ്. അപ്പോൾ ഭർത്താവിനോട് ഭാര്യ ആവശ്യപ്പെടുകയാണ് ത്വലാഖ്, നിങ്ങൾ തന്ന മഹർ ഞാൻ തിരിച്ചു തരാം. അത് ചോദിക്കാനും വാങ്ങാനും ഭർത്താവിന് അവകാശമുണ്ട്, കാരണം ആവശ്യം ആരുടേതാണ്? ഭാര്യയുടേതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ വിവാഹബന്ധം വേർപെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ഭാര്യയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്ന വിച്ഛേദനത്തിനാണ് ഖുല എന്ന് പറയുന്നത്. വ്യാപകമായൊരു തെറ്റിദ്ധാരണയാണ് ഭാര്യ ഭർത്താവിനെ അങ്ങോട്ട് ബന്ധം വേർപെടുത്തുന്നതിൻ്റെ പേരാണ്. അതല്ല, ഭർത്താവിനോട് ഭാര്യ വിവാഹബന്ധം വേർപെടുത്തി തരണമെന്ന് ആവശ്യപ്പെടുകയും ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഭർത്താവ് ബന്ധം വേർപെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ഖുല എന്ന് പറയുക. മൂന്നാമതൊരു കക്ഷി മാധ്യസ്ഥന്മാരോ കോടതിയോ ഇടപെട്ട് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനാണ് ഫസ്ഖ് എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് രീതിയാണ്. ആ ഫസ്ഖിന്റെ രീതി എങ്ങനെയാണ്? അത് സ്ത്രീകളാണല്ലേ, ഞാൻ സ്ത്രീ ആവശ്യപ്പെടുന്നതിന് ഫസ്ഖ് ചെയ്യുന്നവർ പത്രത്തിലൊക്കെ, അതുകൊണ്ടൊന്നും ഇസ്ലാമിൽ എന്താവില്ല, ബന്ധം വേർപിരിയൂല. അപ്പോൾ സ്ത്രീ ആവശ്യപ്പെട്ടിട്ട് ഭർത്താവ് ചെയ്യുന്നതിനാണ് ഖുല എന്ന് പറയുക. ഭർത്താവ് കൂട്ടാക്കുന്നില്ല, അപ്പോൾ സ്ത്രീ കോടതിയെ സമീപിക്കുന്നു. കോടതി ഇത് പരിശോധിച്ച് കേസ് ന്യായമാണ്, സ്ത്രീയുടെ ആവശ്യം ന്യായമാണ് എന്ന് തോന്നി ഭർത്താവിനോട് വിവാഹമോചനം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ അയാൾ കൂട്ടാക്കുന്നില്ലെങ്കിൽ കോടതി ഇടപെട്ടിട്ട് ബന്ധം വേർപെടുത്തുന്നതിനാണ് ഫസ്ഖ് എന്ന് പറയാം.